കേരളത്തിൽ പൊതുവെ മഴ കുറവായിട്ടാണ് കിട്ടിയതെന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. പക്ഷേ കാറ്റ് അതിശക്തമായി തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേരളത്തിലെ അസാധാരണമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റ് അത് സാധാരണ മഴക്കാറ്റല്ല എന്നുള്ളത് തന്നെയല്ലേ? സാധാരണഗതിയിൽ നമുക്ക് മൺസൂൺ സമയത്ത് ശക്തമായ മഴ പെയ്യുമ്പോൾ അതിനോടൊപ്പം കാറ്റും ശക്തിയായി വീശുക, അതായത് മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു വായു പ്രവാഹമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടുമ്പോഴാണ് മഴ നമുക്ക് പൊതുവേ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ മഴക്കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവുന്നു. അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള മഴ ദിവസങ്ങൾ വളരെ കുറവാണ്. ഇടവിട്ടുള്ള മഴയായതുകൊണ്ട് പലപ്പോഴും നമുക്ക് മൺസൂൺ സമയത്ത് നമ്മൾ പൊതുവേ കിട്ടുന്ന ആ ഒരു ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മേഘപ്പാളികളല്ല, അതിന് പകരം ഈ ഉയരം കൂടുതലല്ല, അതായത് ക്യുമുലോ നിംബസ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉള്ള മേഘങ്ങളാണ് പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ അതോടൊപ്പം ശക്തിയായിട്ടുള്ള കാറ്റ് നമുക്ക്, അതായത് നമ്മൾ ഈ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയ്ക്കുടെ സമയത്ത് കിട്ടുന്ന പോലെയുള്ള കാറ്റോട് കൂടിയുള്ള മഴയാണ് ഇനി മഴ കുറവുള്ള വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ മൺസൂൺ സമയത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമ്പോൾ നമുക്കത് നിരന്തരമായിട്ട് ഒരു ദിവസം മുഴുവനും പല ഇടവേളകളിൽ ശക്തിയായി കാറ്റ് വീശാറുണ്ട്. അതല്ലാതെ മഴ കുറവുള്ള സമയത്ത് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ എക്സ്റ്റൻഷനുള്ള ക്ലൗഡ് അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ എന്നാണ് പൊതുവെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു തരം മേഘങ്ങളോട് ഒപ്പം ശക്തിയായ, അതായത് വിൻഡ് ഗസ്റ്റ് എന്നാണ് പറയുന്നത്, അതിൽ നിന്നുള്ള ശക്തിയായ കാറ്റുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പൊതുവെ മഴ കുറവായതുകൊണ്ട് ഒരു വെയിൽ തെളിഞ്ഞ അല്ലെങ്കിൽ തെളിഞ്ഞൊരു കാലാവസ്ഥയ്ക്ക് ശേഷം വരുന്ന മഴയൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാറ്റോട് കൂടിയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ മഴക്കുറവുള്ള വർഷങ്ങളിൽ ഒരു അല്ലെങ്കിൽ മഴക്കുറവുള്ള സമയങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ശക്തിയായ കാറ്റെന്ന് പറഞ്ഞത്. കാറ്റ് രണ്ട് രീതിയിലുള്ള അതിശക്തമായ കാറ്റ് വരുന്നുണ്ട്. മഴ കൂടുതലുള്ള സമയത്ത് തുടർച്ചയായ മഴ ദിവസങ്ങളുള്ള, അതായത് മൺസൂൺ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തിയായിട്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ശക്തിയായ കാറ്റ് വീശുന്നു. അതൊന്ന്. മഴ കുറവുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ മൺസൂൺ വീക്കായിട്ടുള്ള സമയങ്ങളിൽ ഈ ക്യുമുലോ നിംബസ് ക്ലൗഡുകൾ കൂടുതൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ്റ്റൻഷനുള്ള അല്ലെങ്കിൽ ഉയരത്തിൽ വളരുന്ന ക്ലൗഡുകളുള്ള സമയത്ത് അങ്ങനെയുള്ള മേഘങ്ങളിൽ നിന്ന് വരുന്ന അതിശക്തമായ കാറ്റ്, അങ്ങനെ രണ്ട് രീതിയിലുള്ള കാറ്റാണ്, ശക്തിയായ കാറ്റാണ് ഈ വർഷം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ വശത്ത് വീശുന്ന ഒരു ശക്തമായിട്ടുള്ള കാറ്റുണ്ടല്ലോ, അതായത് സൊമാലി ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്, ഇതെന്താണ് ഇത് ഇങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണം? ഈ സൊമാലി ജെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൺസൂൺ കാറ്റിൻ്റെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ അവിടെ ചേർന്ന് കിടക്കുന്ന തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊരു മഡഗാസ്കർ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിനടുത്തുള്ള ഒരു ആൻറ്റി സൈക്ലോണിക് ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നാണ് ഈ ഇന്ത്യയിലേക്ക് എത്തുന്ന മൺസൂൺ കാറ്റുകളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണത്. അപ്പോൾ ആ ഒരു കാറ്റ് ഭൂമധ്യരേഖയുടെ അവിടെ വന്ന് ഭൂമധ്യരേഖ കടന്നു കഴിയുമ്പോൾ ആഫ്രിക്കയുടെ കിഴക്കേ തീരം, അതായത് സൊമാലിയ കോസ്റ്റ് എന്ന് പറയാം കൃത്യമായിട്ടും, അവിടെ വെച്ചിട്ടാണ് അത് വളഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറിയിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വീശുന്നത്. അങ്ങനെയാണ് നമുക്കത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഈ സോമാലിയയുടെ തീരത്തെത്തുമ്പോൾ അവിടെ വന്നിട്ടാണ് ഇത് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അവിടെ ഈ കാറ്റ് ഒരു എന്താ പറയുക ഒന്ന് കൺവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് കൂടിച്ചേരുന്നത് കൊണ്ട് കാറ്റിൻ്റെ ശക്തി വളരെയധികം കൂടുന്നുണ്ട് അവിടെ. അപ്പോൾ അത് ഒരു ഏകദേശം 1.5 കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ അതിനെ, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ഉയരത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തി ഇതിന് കാണുന്നത്. അതുകൊണ്ട് ഒരു നാരോ സ്ട്രീം ഓഫ് സ്ട്രോങ് വിൻഡ്, അതായത് ഒരു ചെറിയ ഒരു അതിശക്തമായ കാറ്റിൻ്റെ ഒരു മേഖല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ സൊമാലി ജെറ്റ് എന്ന് പറയുന്നത് വളരെ വേഗത ആർജിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ നമുക്ക് അതിശക്തമായി കിട്ടുന്ന സമയത്താണ്. അപ്പോൾ ശക്തിയായ സൊമാലി ജെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കാറ്റുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പൊതുവെ മഴ കൂടുതൽ കിട്ടും. അപ്പോൾ ആ സൊമാലിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ സൊമാലി ജെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റ് ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഒരു 10 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉയരത്തിലും ഇതുപോലുള്ള ജെറ്റ് സ്ട്രീമുകളുണ്ട്. ഇതിനേക്കാളും വളരെയധികം വേഗത്തിൽ അല്ലെങ്കിൽ
വളരെ സ്പീഡിൽ കാറ്റ് പോകുന്ന കാറ്റ് അല്ലെങ്കിൽ വിൻഡ് സ്പീഡ് വളരെ കൂടുതലുള്ള മറ്റ് ജെറ്റ് സ്ട്രീമുകളുണ്ട്. അതിനേക്കാൾ നിന്നും വ്യത്യസ്തമായിട്ട് ടെക്നിക്കലി നമ്മളൊരു ജെറ്റ് സ്ട്രീം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇത് ഒരു മൺസൂണിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മൺസൂണിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായതുകൊണ്ടും ഒരു നാരോ കോർ അല്ലെങ്കിൽ ഒരു വളരെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അതിശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ടുമാണ് ഇതിനെ ജെറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിനെ മറ്റ് ജെറ്റ് സ്ട്രീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനിങ്ങനെ ഒരു ജെറ്റ് എന്ന് വിളിക്കാൻ ക്വാളിഫൈഡ് അല്ല. പക്ഷേ ഒരു നാരോ സ്ട്രീം ഓഫ് സ്ട്രോങ് വിൻഡ് എന്നുള്ള കണക്കിൽ കൊണ്ടാണ് നമ്മളതിനെ സോമാലി ജെറ്റ് അല്ലെങ്കിൽ ലോ ലെവൽ ജെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ LLJ ലോ ലെവൽ ജെറ്റ് എന്നാണ് ചില ടെക്നിക്കലി നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീം ചില സമയത്ത് രണ്ട് കമ്പണൻ്റായിട്ട് മാറി, ഒന്ന് കേരളത്തിലേക്കും ഒന്ന് ഗോവയ്ക്ക് വടക്കുമായിട്ട് ഏറ്റവും വേഗത കൂടിയ രണ്ട് ശിഖരങ്ങളായിട്ടത് മാറാറുണ്ട്. ചില സമയത്തത് കേരളത്തിലേക്കായിരിക്കും വേഗത കൂടുതലുള്ള ഒരു ഏരിയ ആയിട്ട് വരുന്നത്. ചില സമയങ്ങളിൽ ഇന്ത്യയുടെ മറ്റ് വടക്കൻ തീരപ്രദേശത്തേക്കായിരിക്കും, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലുള്ള തീരപ്രദേശത്തേക്കായിരിക്കും അത് അതിശക്തമായ കാറ്റ് വീശുന്നത്. അപ്പോൾ അതായത് ഏത് വശത്തേക്കാണോ അത് വീശുന്നതെന്നനുസരിച്ചിട്ട് ആ സ്ഥലങ്ങളിൽ മഴ കൂടുക, അതാണ് നമുക്ക് സാമാന്യേന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലിപ്പോൾ 6-7 തീയതികളിലൊക്കെ നമ്മുടെ ഈ സോമാലി ജെറ്റിൻ്റെ സ്പീഡ് വളരെയധികം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ തീരപ്രദേശത്ത് മുഴുവനും, അതായത് കേരളം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയിലാണ്. ആ മാസങ്ങളിൽ കൂടി മഴ കുറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലും ജലലഭ്യതയിലും വൈദ്യുതോൽപാദനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാലത്തെയും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണല്ലേ മാഡം നിലവിലുള്ളത്? അതെ, ഇത് നമ്മൾ മൺസൂണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോർകാസ്റ്റിൽ തന്നെ, ഫസ്റ്റ് സ്റ്റേജ് ഫോർകാസ്റ്റിൽ തന്നെ ഇന്ത്യ ഒട്ടുക്ക് കാലവർഷം ദുർബലമായുള്ള സാഹചര്യമുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏപ്രിൽ 15-ാം തീയതിയായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ഫോർകാസ്റ്റ്. സെക്കൻഡ് സ്റ്റേജ് ഫോർകാസ്റ്റ് നമ്മൾ മെയ് അവസാനത്തോടു കൂടി പറഞ്ഞു. അതിലും റിവൈസ്ഡ് ഫോർകാസ്റ്റിലും നമുക്ക് ശരാശരി, ലോങ് പീരീഡ് ആവറേജിൻ്റെ 90% മഴ മാത്രമേ ഇന്ത്യ മുഴുവനും ഈ കാലവർഷക്കാലത്തേക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒട്ടുമിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യ ഒട്ടുക്കെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മഴ ശരാശരിയിൽ കുറവാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ജൂൺ മാസത്തിൽ ഇന്ത്യ ഒട്ടുക്ക് മഴ കുറവായിരുന്നു. കേരളത്തിലെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. കേരളത്തിലും മഴ വളരെ കുറവായിരുന്നു ജൂൺ മാസത്തിൽ. ഇനി ജൂലൈ മാസത്തിലെ ഫോർകാസ്റ്റിലും ഇന്ത്യ മുഴുവനും, കേരളം ഉൾപ്പെടെ ഇന്ത്യ മുഴുവനുമുള്ള പ്രദേശങ്ങളിൽ ശരാശരിയിൽ ഭൂരിഭാഗം പ്രദേശത്തും എന്ന് പറയാം, കുറച്ച് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ, തെലങ്കാന പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം ശരാശരി മഴയോ അല്ലെങ്കിൽ ശരാശരി അല്പം കൂടുതലോ ഒക്കെ കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും ജൂലൈ മാസത്തിലും മഴ കുറവായിരിക്കും എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത്, കേരളത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ മഴ കിട്ടേണ്ട 2 മാസങ്ങളാണ് ജൂണും ജൂലൈയും. അതിൽ തന്നെ ജൂലൈയാണ് മൺസൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മാസമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജൂൺ മാസത്തെ ശരാശരിയിൽ നിന്നും 31% മഴ കുറവാണ് കിട്ടിയത്. അപ്പോൾ ഇനി വരുന്ന ജൂലൈയിലും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ ആകെ കൂടിയുള്ള മഴ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ശരാശരിയിൽ കുറവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. നമുക്ക് മഴ തരുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഈ വെതർ സിസ്റ്റംസ്, ലോ പ്രഷർ ഏരിയ, ഡിപ്രഷൻ പോലെയുള്ളത് ജൂൺ മാസത്തിൽ ഒന്നുപോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ന്യൂനമർദ്ദ പാത്തിയുടെ ഒരു സ്വാധീനം കഴിഞ്ഞ നാളുകളിൽ ഇല്ലായിരുന്നു. ചക്രവാത ചുഴിയുടെയൊക്കെ ഒരു അത് ഈ മൺസൂൺ പൊതുവെ ശക്തമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾക്ക് പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നിട്ടൊരു ന്യൂനമർദ്ദ പാത്തിയെ നമ്മൾ ഓഫ് ഷോർ ട്രഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ വർഷം അത് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നത് തന്നെ പലപ്പോഴും വടക്കൻ കേരളത്തിൽ മാത്രമേ അതിൻ്റെ സ്വാധീനം കൂടുതലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് അത്രയധികം സ്വാധീനം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ചയിലാണ് ഈ സാഹചര്യം ഒന്ന് മാറുന്നത്. അതായത് ജൂലൈ ആദ്യത്തെ ആഴ്ചയിലാണ്
സാഹചര്യം ഒന്ന് മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത്, അതായത് ഒറീസ വെസ്റ്റ് ബംഗാൾ തീരത്തോട് ചേർന്നിട്ടൊരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കരയുന്ന ശേഷം അന്ന് ശക്തി പ്രാപിക്കാൻ പക്ഷേ അതൊരു ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്താനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമേഷൻ നടക്കുന്ന ഈ സമയത്ത്, ന്യൂനമർദ്ദം ഉണ്ടാകുന്നൊരു സമയത്ത് പൊതുവേ കേരളത്തിൽ മഴ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3-ാം തീയതിയും 4-ാം തീയതിയും കേരളത്തിൽ മഴ കുറച്ച് കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ന്യൂനമർദ്ദം പിന്നെ വടക്ക് പടിഞ്ഞാറായിട്ട് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പം മധ്യപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അതായത് വെസ്റ്റേൺ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ വീണ്ടും ഈ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് മഴ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത്. അത് അങ്ങനെയാണ് കാറ്റിൻ്റെ ഒരു വിൻഡ് പാറ്റേൺ അങ്ങനെയാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും, അതായത് 6-7 തീയതികളിൽ നമുക്ക് വീണ്ടും കേരളത്തിൽ കുറച്ചുകൂടി മഴ കൂടുതൽ കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന ഓഫ് ഷോർ ട്രഫ് അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദ പാത്തി, തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രഷറിൽ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത്, അതും ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയും. അതായത് ബോംബെ ട്രിവാൻഡ്രം തമ്മിലുള്ള പ്രഷറിൻ്റെ വ്യത്യാസമാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റും ശക്തിയാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം കൂടി ഒത്തുവരുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമുണ്ട്. ഒരു സാധാരണ ഒരു മൺസൂൺ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ന്യൂനമർദ്ദ പാത്തിയുടെ ഒരു സാന്നിധ്യം നമുക്ക് വളരെ കുറവായിരുന്നു തന്നെ വേണം പറയാനായിട്ട്. മൺസൂൺ കാലത്ത് ഇപ്പോഴത്തെ മഴ ഏതാണ്ട് ഓണക്കാലം വരെയും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അല്ലേ ഉണ്ടാവുക? നമ്മൾ കേരളത്തിലെ മൺസൂൺ ഏറ്റവും ആദ്യം തുടങ്ങി ഏറ്റവും അവസാനം പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് മൺസൂൺ കാറ്റിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മളുടെ മൺസൂൺ സീസൺ എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. അപ്പോൾ ആ ഒരു സമയം വരെയുള്ള ഏത് മഴയും നമ്മൾ മൺസൂൺ മഴ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എൽനിനോ വർഷമായതുകൊണ്ട് തന്നെ ഈ മഴ പൊതുവേ കുറവാകുകയും അല്ലെങ്കിൽ മഴ ഉണ്ടാവാൻ ഉതകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന വെതർ സിസ്റ്റംസ് ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മൺസൂൺ കാറ്റിൻ്റെ ശക്തിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് നമ്മുടെ മഴയെ സ്വാധീനിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മിനിക്കോയിലും മറ്റുമൊക്കെ വിൻഡ് സ്പീഡ്, മിനിക്കോയി, തിരുവനന്തപുരം, കൊച്ചി, ഇതാണ് നമ്മുടെ 3 വിൻഡ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഉള്ളത്. അപ്പോൾ ഇന്ന് കാറ്റിൻ്റെ ശക്തി കുറച്ചൊന്ന് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയധികം മഴ പ്രതീക്ഷിക്കാൻ പറ്റില്ല. മഴ കാരണം മൺസൂൺ എന്ന് പറയുന്നത് മഴ തരുന്ന ഒരു സാഹചര്യം, ഒരു വെതർ സിസ്റ്റം തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഴയുണ്ടാവും. പക്ഷേ അതിശക്തമായ മഴയോ അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കേണ്ട മഴയോ ഒന്നും തെക്കൻ ജില്ലകളിൽ ഉണ്ടാവാൻ സാഹചര്യമില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നത്, കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു മഴയുടെ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ടുകൾ കൂടുതലായി നൽകിയിരുന്നത് വടക്കൻ ജില്ലകളിലാണ്. അതെന്താണ് അങ്ങനെ അത്തരത്തിലൊരു? നമുക്ക് അത് മൺസൂൺ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ജില്ലകൾ എന്ന് പറയുന്നത് വടക്കൻ ജില്ലകളിലാണ്. നമ്മളൊരു ദീർഘകാല ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ജില്ല കാസർഗോഡാണ് മൺസൂൺ സമയത്ത്. പിന്നെ അതുപോലെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കാറ്റിൻ്റെ ശക്തി, പടിഞ്ഞാറൻ കാറ്റിൻ്റെ അല്ലെങ്കിൽ കാലവർഷ കാറ്റിൻ്റെ ശക്തി പലപ്പോഴും കുറവായതുകൊണ്ടാണ് നമ്മുടെ മലയോര മേഖലകളിൽ മഴ കുറവായിരിക്കുന്നത്. പ്രത്യേകിച്ചും വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലും മറ്റും മഴ വളരെ കുറവാണ്. മലയോര മേഖലകളിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിസർവോയറിലും മറ്റുമൊക്കെ അത്രയധികം നീരൊഴുക്ക് ഉണ്ടാവാതെ ഇരിക്കുന്നതും. വയനാട്ടിലെ ഈ ജൂൺ മാസത്തെ മഴ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് മഴയാണ്. അതായത് ലാർജ് ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്ന, അത് 60% കൂടുതൽ മഴ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ. അപ്പോൾ ഈ മൺസൂൺ കാറ്റ്, ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ സൊമാലി ജെറ്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ, സൊമാലി ജെറ്റ് വളരെ സ്പീഡ് കൂടുതലുള്ളൊരു സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ സഹ്യനിൽ കാറ്റ് പതിച്ച് അല്ലെങ്കിൽ സഹ്യനിൽ വന്ന് കാറ്റിടിച്ച് മേഘങ്ങൾ രൂപപ്പെട്ട് മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ പെയ്യുക.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. നമ്മുടെ മഴ ഏറ്റവും കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തീരപ്രദേശത്താണ്. കാരണം മലയോര മേഖലകൾ വരെയും അത്രയും ദൂരം വരെ ഈ പടിഞ്ഞാറൻ കാറ്റ് എത്തുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.